2 ദിവസം ഞാൻ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് അതിന് കാരണം എനിക്ക് പല്ല് വേദനയായിരുന്നു. 2 ദിവസമായിട്ട് നന്നായിട്ട് പല്ല് വേദനയുണ്ട്. വാ പോലും തുറക്കാൻ വയ്യായിരുന്നു. ഇപ്പം മാറും പിന്നെ മാറുമെന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെ നടന്നില്ല. നേരെ ഹോസ്പിറ്റലിൽ പോയി പല്ലെടുത്തിട്ട് നേരെ വരുന്ന വഴി തന്നെ ഞാൻ ദോശമാവ് വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ കട്ടിയില്ലാണ്ട് എന്തെങ്കിലും കഴിക്കണം. അത് തന്നെയല്ല ഇപ്പോൾ ചോറ് കഴിക്കുന്ന രാത്രി പൊതുവേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാത്രമല്ല ഇവിടെ പിള്ളേർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചോറ് വെക്കുക കഞ്ഞി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദോശമാവ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അന്നേരം തന്നെ ഞാൻ ദോശ ചൂടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പല്ലെടുത്തിട്ട് വന്ന് ആ സെക്കൻഡിൽ തന്നെ നിന്ന് പണിയെടുക്കുന്ന ഞാൻ. പണ്ടൊക്കെ ഒരു അസുഖം വന്നാൽ അപ്പ ചുരുണ്ട് കൂടി കട്ടിലേ കിടക്കും. കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് എന്ത് അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, നമ്മുടെ കാര്യവും കൂടെ നോക്കണം. എന്നിട്ട് വേണം എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാനും കിടക്കാനും ഒക്കെ. അതുകൊണ്ട് ആദ്യം തന്നെ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ചമ്മന്തിയായിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ എനിക്കൊന്നും കൂട്ടാനുള്ളൊരു മൂഡില്ല. അതുകൊണ്ട് തന്നെ തക്കാളി ചമ്മന്തി അരയ്ക്കാനൊന്നും നിന്നില്ല, വഴറ്റി അങ്ങനെ തന്നെ വെച്ചിട്ട് അത് കൂട്ടുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ മീൻ 2 വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറക്കാൻ പുരട്ടി അത് വറക്കണം. അപ്പോൾ ചോറ് കഴിക്കുന്നവർക്ക് മീൻ വറുത്ത മീൻകറിയൊക്കെ കൂടി ചോറ് കഴിക്കാം, ദോശ കഴിക്കുന്നവർക്ക് ദോശയും കഴിക്കാം. അപ്പോൾ ഇത് രണ്ടും നടക്കില്ല. കൂട്ടത്തിൽ പാറുവിൻ്റെ പഠിത്തവും നടക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരിടത്ത് പോയി ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നുമുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ അടുക്കളയിലോട്ട് വിളിച്ച്. പിന്നെ ഇവിടെ 2 പിള്ളേർക്കും അത് ശീലമാണ്. അടുക്കളയിലാണ് കൂടുതൽ സമയം ഉള്ളതുകൊണ്ട് വൈകിട്ടാണ് കൂടുതൽ ഇവിടെ പാചക കസരത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരടുക്കള ഇരുന്നിട്ടാണ് കൂടുതലും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആറ് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തിട്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് എന്നിട്ട് പോലും വാ തുറക്കാൻ വയ്യ. പിന്നെ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇടുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയുടെ സ്ലാവൊക്കെ ഒന്ന് തുടച്ചേ വിടുന്നുള്ളൂ. എന്നും ഇങ്ങനെ തുടയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്നും അങ്ങനെ വെള്ളമൊക്കെയൊന്നും തുടയ്ക്കാൻ ഞാൻ നിന്നിട്ടില്ല. അതിനുള്ള ശാരീരികാവസ്ഥ എനിക്കില്ല. എൻ്റെ റിലേ പോകുന്നതിന് മുമ്പേ എവിടെയെങ്കിലും കഴിച്ചിട്ട് കിടക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുഡൊക്കെ നേരത്തെ തന്നെ ഒരു 7:30 8 മണിയായപ്പോൾ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഞാൻ ആ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ച് എൻ്റെ ഒരുവിധം പണികളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കുട്ടുവിന് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേരിന്ന് ടി വി കാണുന്നു, സിനിമ എന്തോ കാണുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ പോയിരുന്നിട്ട് എനിക്ക് സിനിമ കാണാൻ അത്ര ഇഷ്ടമല്ല. പിന്നെ എനിക്ക് പറ്റുന്നില്ല ടി വിയിലൊക്കെ നോക്കിയിരുന്നിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ.